ഒരുപക്ഷേ കൽബിൽ നിന്ന് ഈമാൻ അങ്ങ് എടുത്തു പോകുന്നു. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ ഈമാനിന് വലിയ സിയാദത്ത് ലഭിക്കുകയാണ്. ഈമാനിന് സിയാദത്ത് ലഭിക്കുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഈമാൻ കൽബിൽ ഇങ്ങനെ വർദ്ധിച്ചു. അവസാനം ഈമാൻ കൊണ്ട് കൽബിലെങ്കിലും നമുക്ക് മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈമാൻ വർദ്ധിക്കുന്ന വിഷയമാണ്. അതുപോലെ ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാരണമായിട്ട് ഈമാൻ ഇല്ലാതെയായി പോവുകയും ചെയ്യും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ വിഷയമൊന്ന് ഞാൻ പറയട്ടെയോ? നമ്മുടെ ഈമാൻ വലിയ രൂപത്തിൽ വർദ്ധിക്കാനുള്ള, നമുക്ക് വലിയ സ്ഥാനം ലഭിക്കാനുള്ള, പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു അമലാണ് തഅ്ലീമു മാ അല്ലമല്ലാഹ് വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ച വസ്തുക്കളെ നിന്ദിക്കുക. ഇത് ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ വിഷയമാണ്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കൾ, അതേതൊക്കെ വസ്തുവായാലും ആളായിരുന്നാലും അവരെ ബഹുമാനിക്കുക. അല്ലാഹു നിന്ദിച്ചതായ വസ്തുക്കളെ നിന്ദിക്കുക. ഈ രൂപത്തിൽ നമ്മുടെ മനസ്സങ്ങ് പാകപ്പെട്ടാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈമാനിന് വലിയ സിയാദത്ത് ലഭിക്കുകയാണ്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കണം. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളെ ബഹുമാനിക്കണം. ഇത് ഈമാനിന് വലിയ സിയാദത്ത് നൽകുന്ന വിഷയമാണ്. അല്ലാഹു തആല ബഹുമാനിക്കാൻ പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അല്ലാഹു ബഹുമാനിച്ച ചില സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ആ ആളുകളെയും സമയങ്ങളെയും സന്ദർഭങ്ങളെയും സ്ഥലങ്ങളെയും ബഹുമാനിക്കാൻ നമ്മുടെ മനസ്സിന് പാകപ്പെടേണ്ടതുണ്ട്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുവാക്കളെ, നാം നമ്മുടെ വീടിന്റെ അടുക്കളയിൽ വെച്ച് ആരംഭിക്കേണ്ട വിഷയമാണ് അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക എന്നത്. കാരണം നമ്മെ 9 മാസവും 10 ദിവസവും പൂർണ്ണമായി ഗർഭം ധരിച്ച് പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാനെ ബഹുമാനിക്കാൻ അള്ളാന്റെ കൽപ്പനയാണോ? ആ ഉമ്മാനെ ബഹുമാനിക്കാതെ ഏത് രൂപത്തിലുള്ള അമല് ചെയ്താലും ഒന്നുപോലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദുലാ. അവനിൽ നിന്ന് ഫർളോ സുന്നത്തോ ആയ ഒരു സംഗതിയും സ്വീകരിക്കപ്പെടുകയില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. സാന്ദർഭികമായി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, യുവാക്കളോടൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് ചില യുവാക്കളുണ്ട്, സ്വന്തം ജീവിതത്തിലേക്ക് ഇന്നലെ കയറി വന്ന ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ടോ സ്വന്തം മാതാവിനോട് മുഖം കറുപ്പിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്. സ്വന്തം മാതാവിനോട് ഈർഷ്യതയോടെ പെരുമാറുന്ന ആളുകളുണ്ട്. മോനെ, ഇന്നലെ കയറി വന്ന പെണ്ണിന്റെ തലയണ മന്ത്രം കേട്ടിട്ടോ 9 മാസവും 10 ദിവസവും നിന്നെ ഗർഭം ചുമന്ന യാതനകളും വേദനകളും അനുഭവിച്ച് നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാനോട് നീ കയർത്ത് സംസാരിച്ചാൽ സ്വർഗീയമായ സുഖാഡംബരത്തിന്റെ ലോകമുണ്ടല്ലോ, അത് നിനക്ക് ഹറാമാണ് കേട്ടോ. ആ സ്വർഗത്തിൽ ഒരിക്കലും തന്നെ നിനക്ക് പ്രവേശിക്കാൻ കഴിയൂല. സ്വന്തം ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാനെ ബഹുമാനിക്കാതെ നീ ഏത് വലിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായിരുന്നാലോ, നീ ഏത് വലിയ ഹാജയായാലും ഖാളിയായാലും ഓറായാലും ശരി, അതേ ഉമ്മാനെ ബഹുമാനിക്കാതെ മോനെ നിനക്ക് ആത്മീയപരമായ രൂപത്തിൽ അല്ലാഹു ഉയർച്ച തരൂല. മാത്രമല്ല, ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുമെന്ന് നീ ആഗ്രഹിക്കേണ്ടതില്ല. ഏതെങ്കിലും ചെറുപ്പക്കാരൻ അതേ തന്റെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് മനസ്സിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഓരോരുത്തരും ആലോചിക്കും
ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്റെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം കൊണ്ട് നമ്മെ പ്രസവിച്ച നമ്മുടെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് ഒലിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? മോനെ, നിനക്ക് സ്വർഗം ഹറാമാണ്, നീ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഏതെങ്കിലും ആളുകളുടെ എന്തെങ്കിലും വാക്ക് കേട്ടോ സ്വന്തം ഉമ്മാനോട് കയർത്ത് സംസാരിക്കുമ്പോ ആ ഉമ്മാക്ക് സഹിക്കാൻ കഴിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒലിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മോനെ, നിനക്ക് വേണ്ടി അല്ലാഹു സ്വർഗം സംവിധാനിച്ചത് എവിടെയാണെന്നറിയുമോ? തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അതേ, നിന്റെ ഉമ്മ, ആ ഉമ്മ ഏത് നാടൻ സ്ത്രീയായിരുന്നാലും ശരി, ലോകം തിരിയാത്ത ഉമ്മയാണെന്ന് ഒരുപക്ഷെ നീ പറഞ്ഞാലും ശരി, അടുക്കളയിൽ അടുപ്പിനോട് മല്ലടിക്കുന്ന കരിവാളിച്ച മുഖവുമായി പണിയെടുക്കുന്ന ഉമ്മയാണെങ്കിലോ ആ ഉമ്മാനെ ബഹുമാനിക്കാതെ, ആ